ദൃശ്യം എന്ന സിനിമയുടെ തമിഴ്, തെലുങ്ക്, കേരള ബോക്സ് ഓഫീസിലെ ഷെയർ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക്. അതുപോലെ തന്നെ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഈ കഴിഞ്ഞ 12 ദിവസത്തെ. അതിന് പക്ഷേ എല്ലാവരും കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ദൃശ്യം 3 നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിന്റെ മൂന്നാം ഭാഗമായ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. ജിത്തു ജോസഫ് ആണ് സിനിമ സംവിധാനം ചെയ്തത്. അനിൽ ജോൺസൺ ആണ് സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്തത്. നമ്മുടെ ആശീർവാദ് സിനിമാസ് ഒക്കെയാണ് സിനിമ നിർമ്മിച്ചത്. പടത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് സിനിമയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് മിക്സ്ഡും അതുപോലെ തന്നെ കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടത്തിന്റെ കേരളത്തിന്റെ കളക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കേരളത്തിൽ 12 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 78,48,00,000 സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഈ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നിലവിൽ 12 ദിവസം കൊണ്ട് 37,73,00,000 കാണാൻ സാധിക്കും. നല്ലൊരു ഹോൾഡ് സിനിമയ്ക്ക് ഇപ്പോഴും കാണുന്നുണ്ട്. നാളത്തെ കളക്ഷൻ ചൊവ്വാഴ്ചയായിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 80 കോടി കംപ്ലീറ്റ് ആവുന്നതാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് മാത്രമായിട്ട്. നമ്മുടെ ഈ വർഷം നമ്മുടെ ലാലേട്ടൻ സിനിമയായ ദൃശ്യം 3 എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം 100 കോടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ല ഹൈ ചാൻസ് കാണുന്നുണ്ട്. എന്നാലും സിനിമയ്ക്ക് ഇന്നലത്തെ കളക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഡ്രോപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 49% ഒരു ഡ്രോപ്പാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ സിനിമയ്ക്ക് 4 കോടി നമ്പേഴ്സ് ഉണ്ടായിരുന്നു ഓപ്പണിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ സിംഗിൾ ഡേ. ഇപ്പോൾ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 2 കോടിനടുത്താണ് കേരളത്തിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അത് വളരെ ഡിസപ്പോയിൻമെന്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വർക്കിംഗ് ഡേയ്സ് ആയിട്ട്. ഇനി സിനിമയുടെ തെലുങ്ക് ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക്. തെലുങ്കിലെ സിനിമയ്ക്ക് 12 ദിവസം കൊണ്ട് ഗ്രോസ് ആയിട്ട് 10,77,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി തെലുങ്കിലെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 5,08,00,000. തെലുങ്ക് ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട്. സിനിമയ്ക്ക് 12ാം ദിവസം തെലുങ്കിന്ന് മാത്രം 20,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ആഴ്ചയാണെങ്കിൽ പോലും തെലുങ്കിലെ സിനിമയ്ക്ക് നല്ലൊരു നമ്പേഴ്സ് കാണുന്നുണ്ട്. ഇനി തമിഴ്നാടാണ് കഴിഞ്ഞ 12 ദിവസത്തെ. തമിഴ്നാട് സിനിമയ്ക്ക് ഗ്രോസ് മാത്രം 8,12,00,000. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ ഓൾമോസ്റ്റ് 3,54,00,000. ഓൾമോസ്റ്റ് 4 കോടിയിലോട്ട് പോവുകയാണ്. സിനിമയ്ക്ക് ഡേ 12 ഓൾമോസ്റ്റ് 11,00,000 ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 11 ദിവസം കൊണ്ട് മാത്രം സിനിമ 8 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും സിനിമ ഓൾമോസ്റ്റ് 8,75,00,000 ആവാനാണ് ചാൻസ് കാണുന്ന സിനിമയുടെ തമിഴ്നാട് ഫൈനൽ റണ്ണിംഗ് ഒക്കെ. എന്തായാലും പടം ഓൾമോസ്റ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാത്രം ഓൾമോസ്റ്റ് അപ്രോക്സ് ആയിട്ട് 30 കോടിന് മുകളിൽ സിനിമയ്ക്ക് നേടിക്കാൻ സാധിക്കുന്നുണ്ട് കളക്ഷൻ ആയിട്ട്. ഓൾമോസ്റ്റ് 35-40 അടുത്തായിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. ഇനി സിനിമ നെറ്റ് കളക്ഷൻ ജസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 98,90,00,000. ഇന്ത്യൻ ഗ്രോസ് 116,70,00,000. വിദേശത്തെ കളക്ഷൻ അല്ലെങ്കിൽ ഓവർസീസ് ഓൾമോസ്റ്റ് 113,75,00,000. അങ്ങനെ ഈ കഴിഞ്ഞ 12 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് സിനിമ നേടിയെടുത്തത് വേൾഡ് വൈഡ് 230,45,00,000. ഗംഭീരമായ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് തന്നെയാണ് ദൃശ്യം സിനിമയിൽ കാണാൻ സാധിക്കും സിനിമയുടെ മൂന്നാം ഭാഗത്തിന്. എന്തായാലും പടം നമ്മുടെ ഓവർസീസിൽ നമ്മുടെ എമ്പുരാൻ സിനിമയിൽ നമ്പേഴ്സ് തകർക്കാനായിട്ട് ഇനിയും സിനിമയ്ക്ക് 37 കോടിന്റെ ആവശ്യമാണ്. കാരണം എമ്പുരാൻ സിനിമയുടെ ഓവർസീസിലെ ഫൈനൽ കളക്ഷൻ 140-145 എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദൃശ്യം സിനിമയ്ക്ക് ഓവർസീസിലെ തന്നെ ഹയസ്റ്റ് റെക്കോർഡ് ലാലേട്ടൻ സിനിമയായ എമ്പുരാനെ തകർക്കാനായിട്ട് 37 കോടി ആവശ്യമാണ്. ഇക്കഴിഞ്ഞ ദിവസം കൊണ്ട് നമുക്കറിയാം 49% ഡ്രോപ്പ് ഉണ്ടായതുകൊണ്ട് എന്തായാലും ആ ഒരു റെക്കോർഡ് തകർക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ ദൃശ്യം 3 സിനിമയ്ക്ക്. ഈവൻ കേരള ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് സുഖമായിട്ട് 100 കോടി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിലും സംശയമായി വരും. കാരണം സിനിമയ്ക്ക് 49% ഡ്രോപ്പ് കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ദൃശ്യം സിനിമയുടെ കൂടുതൽ കളക്ഷൻ ബോക്സ് ഓഫീസിനായിട്ട്. അതിന് പക്ഷേ ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവരെ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക.